ഹലോ വെൽക്കം ബാക്ക്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ബിഹേവിയറിസ്റ്റിക് തിയറിയുടെ ബേസിക് ആയ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലാണ് അല്ലെ. അപ്പം ഇനി നമ്മൾ കാണുന്നത് ഒരു ചേഞ്ച് ആണ് നടക്കുന്നത് അല്ലെ. ദർ ഇസ് എ ചേഞ്ച് ഫ്രം ദ ട്രഡീഷണൽ ടീച്ചിങ് മോഡൽ ടു ദ പ്രസന്റ് ടീച്ചിങ് മോഡൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ചേഞ്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത്? വാട്ട് ആർ ദോസ് തിങ്സ് വിച്ച് ലെഡ് ടു ദിസ് ചേഞ്ച്? ഓക്കെ, കൺസ്ട്രക്റ്റിവിസം എന്നുണ്ട്. അതായത് കൺസ്ട്രക്റ്റിവിസം എന്ന തിയറിയിലൂടെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, CCA അല്ലെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിന്റെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാക്കി? ആദ്യം വെറും എക്സാം മാത്രമായിട്ട് സമ്മേറ്റീവ് അസസ്മെന്റ് നടത്തിയപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താക്കി? നമ്മൾ പ്രോജക്റ്റ് കൊടുക്കാൻ തുടങ്ങി, അതേപോലെ സെമിനാർസ് കൊടുക്കാൻ തുടങ്ങി, അസൈൻമെന്റ്സ് കൊടുക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പം ഇതൊക്കെ എന്താണ്? ഒരു ന്യൂ സിസ്റ്റമാണ് അല്ലെ. നമ്മുടെ ഓൾഡ് ഒരു ട്രഡീഷണൽ ലേണിംഗ് മെത്തേഡിൽ നിന്ന് മാറി ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലിൽ നിന്ന് മാറി അതെന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറയാം? പ്രോഡക്റ്റ് ഓറിയന്റഡ് എന്ന് പറയാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മോഡലിൽ നിന്ന് മാറി നമ്മളൊരു പുതിയ മോഡലിലേക്ക് വരികയാണ്. അതൊരു എന്താണ്? ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാം. അപ്പം ബേസിക് ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ട അവിടെ എന്താണ്? കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സോഷ്യോ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, പിയാജറ്റും പിന്നെ നമ്മുടെ വൈഡോസ്കിയും ഒക്കെയാണ് ഈ കൺസ്ട്രക്റ്റിവിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള വക്താക്കളായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് സെമിസ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ, കൺസ്ട്രക്റ്റിവിസം. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് അവിടെ അസസ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു ഫോക്കസിലാണ്. ഓക്കെ, സോ ലെറ്റ് us get started. So what is constructivism? Constructivism എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റ് വരുന്നതാണ് എന്ത്? കൺസ്ട്രക്റ്റിവിസം. അതായത് സ്റ്റുഡന്റിന്റെ ലേണിംഗ് പ്രോസസ്സിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അവിടെ സ്റ്റുഡന്റ് തങ്ങളുടെ ലേണിംഗ് തന്നെ കൺസ്ട്രക്ട് ചെയ്യാണ്, അല്ലാതെ ആരെങ്കിലും തരുന്ന ഒരു ഇൻഫർമേഷൻ പാസീവായിട്ട് എടുക്കുകയല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ പറയുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ആക്റ്റീവ് ലേണിംഗ് ആണ്. രണ്ടാമത് അവിടെ ബിലീവ് ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ പറയുന്നത് എന്താണ്? അവർക്ക് പ്രീ എക്സിസ്റ്റിംഗ് നോളജ്, അതിനെ നമ്മൾ സ്കീമാസ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റുഡൻസിന് എന്തുണ്ട്? അവർക്ക് പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ട്, അതിനെ നമ്മൾ സ്കീമാസ് എന്ന് പറയുന്നു. ഈ പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ആണ് അവരെന്ത് ചെയ്യുന്നത്? അതിന്റെ ബേസിസിലാണ് അവർക്ക് കിട്ടുന്ന പുതിയ നോളജിനെ അവര് മനസ്സിലാക്കുകയും കാറ്റഗറൈസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും അസിമിലേറ്റ് ചെയ്യുകയും അക്കോമഡേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആക്റ്റീവ് ലേണിംഗിന്റെ ഒരു പാർട്ടാണ്. അതായത് സ്റ്റുഡൻസ് ആർ കൺസ്ട്രക്ടിങ് നോളജ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് തന്നെ എന്താണ്? അവർക്ക് എന്തുണ്ട്? ഒരു പ്രയർ നോളജ് ബേസ് ഉണ്ട്. ആ നോളജ് ബേസിന്റെ മേളിലാണ് അവരെന്ത് ചെയ്യുന്നത്? പുതിയ അവരുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റിവിസം ഫോക്കസസ് ഓൺ നോളജ് കൺസ്ട്രക്ഷൻ as attributed by the famous psychologist Jean Piaget, the proponent of cognitive constructivism. അപ്പൊ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ തന്നെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ജീൻ പിയാജറ്റ് ആണ്. ഓക്കെ, ദെൻ Piaget's suggestion എന്താണ്? He suggested that through the process of accommodation and assimilation, individuals construct new knowledge from their experiences. അപ്പം എന്തൊക്കെ പ്രോസസ് ഉണ്ടെന്നാ പറഞ്ഞത്? രണ്ട് പ്രോസസ്സാണ് പറയുന്നത്. ഒന്ന് അസിമിലേഷൻ, രണ്ടാമത്തത് അക്കോമഡേഷൻ. അസിമിലേഷൻ എന്താണ്? അസിമിലേഷൻ refers to the process of taking new information and fitting it into the existing schemas. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂ നോളജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ന്യൂ നോളജിനെ നമ്മൾ ഓൾഡ് നോളജിന്റെ കൂടെ തന്നെ എടുത്തു വെക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ ചേർത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണ്. അതാണ് എന്ത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അക്കോമഡേഷൻ എന്താണ്? അക്കോമഡേഷൻ refers to using newly acquired information to revise and redevelop an existing schema. അപ്പൊ ഇത് ഫിറ്റ് ആവാത്തോണ്ട് അത് അങ്ങനെ അല്ല, ഇങ്ങനായിരുന്നു എന്ന് നമ്മൾ പറയുന്നതാണ് എന്ത്? അക്കോമഡേഷൻ. അപ്പൊ രണ്ട് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അപ്പൊ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുകയല്ല. ഇറ്റ്സ് അബൌട്ട് വാട്ട്? ഇറ്റ്സ് അബൌട്ട് ലൈറ്റിംഗ് എ ഫയർ. അതായത് നോളജിന് വേണ്ടിയിട്ടൊരു എന്താ പറയാ ഒരു ഫയർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നോളേജ് വേണം എന്നുള്ളൊരു ചിന്ത അവരിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടീച്ചിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ മാറി മാറി നിർത്താതെ ഒരു കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തല്ല? ടീച്ചിങ് അല്ല എന്നാണ് പറയുന്നത്. ദിസ് ഇസ് എ കൺസ്ട്രക്റ്റിവിസം തിയറി. ഓക്കെ, ഇനി നെക്സ്റ്റ്
അസസ്മെന്റ് ഇൻ കൺസ്ട്രക്റ്റിവിസം. എന്താണ് അസസ്മെന്റ്, എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ലേണേഴ്സ് തന്നെ എന്ത് ചെയ്യണം? അവരുടെ നോളജ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? അപ്പം നോളജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ടു ഡു ദിസ് ദേ വിൽ ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ദംസെൽഫ്, എക്സ്പ്ലോർ ആൻഡ് അസസ് ഫോർ ദംസെൽഫ് വാട്ട് ദേ ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരെ തന്നെ, ഒരു സെൽഫ് അവയർനെസ് ആണ് അവിടെ വരുന്നത്, അല്ലെ? അപ്പൊ അവരോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അവര് തന്നെ എക്സ്പ്ലോർ ചെയ്യണം, അവര് തന്നെ അവരെ അസസ് ചെയ്യണം. എന്താ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, എനിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്താണ്? ഒത്തിരി ഹൈ ലെവലിലാണ്. പിന്നെ എന്താണ്? ലേണേഴ്സ് ഷുഡ് കൺസ്ട്രക്ട് നോളജ് ഫ്രം ദിയർ റിഫ്ലക്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ പറഞ്ഞു എവിടുന്നാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? പ്രയർ നോളജിന്റെ ബേസിൽ നിന്നാണ്, അല്ലെ? അപ്പം അവരുടെ പ്രയർ നോളജ്, അതാണ് നമ്മുടെ അവരുടെ റിഫ്ലക്ഷൻസ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്സും അവരുടെ എക്സ്പീരിയൻസസും ഇതിലൊക്കെ വെച്ചിട്ട് ഇതിന്റെ മേളിലാണ് ലേണേഴ്സ് എന്ത് ചെയ്യുന്നത്? പുതിയ നോളജ് ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. Okay. The mental models, processes and rules are made by the learners themselves, and afterwards they adjust these mental models to accommodate their new learning experience. അപ്പം ഈ മനസ്സിലുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഐഡിയ, അപ്പം ലേണർ പഠിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു സ്റ്റുഡന്റ് എങ്ങനെയാ പഠിക്കുന്നത്? ആ കുട്ടി കാണുന്നതും ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നതും ആ കുട്ടിയുടെ ഒരു മനസ്സിലാക്കുന്ന രീതിയിൽ ആ കുട്ടി മനസ്സിലാക്കി വെച്ചതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഈ ആ ഒരു മനസ്സിലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ മെന്റൽ മോഡൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് എന്ത്? സ്കീമാസും. അപ്പം ഈ ഒരു സ്കീമാസ് കുട്ടി തന്നെ ബിൽഡ് ചെയ്യുകയും പിന്നെ കൂടുതലായിട്ട് അതിൽ നിന്ന് നമുക്ക് പിന്നെയും അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെയും ഇൻഫർമേഷൻ വരുമ്പോൾ ആ കുട്ടി അസിമിലേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന പ്രോസസ് യൂസ് ചെയ്തിട്ട് പുതിയ ലേണിംഗ് എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യുക. ആ സ്കീമാസ് എന്ത് ചെയ്യുകയാണ്? മോഡിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാണ് ഈ ലേണിംഗ് എക്സ്പീരിയൻസ് വരുന്നതെന്നാണ് പറയുന്നത്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ എന്താണ്? Constructivism thus calls for the elimination of grades and standardized testing. അപ്പം എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്? എന്താണ്? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, കുട്ടി തന്നെ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു ടെസ്റ്റ് എഴുതി അതിൽ ഫസ്റ്റ് ഗ്രേഡ് വരണമെന്നോ അല്ലെങ്കിൽ 100 on 100 കിട്ടണമെന്നോ എന്നുള്ളതല്ല. എന്താണ്? മനസ്സിലാക്കണം, ആ ലേണിംഗ് പ്രോസസ് നടക്കണം. ഇതൊരു പ്രോസസ് സെന്റേർഡ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. നമ്മൾ മറ്റേത് പറഞ്ഞ എന്താണ്? പ്രോഡക്റ്റ് സെന്റേർഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതെന്താണ്? പ്രോസസ് സെന്റേർഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഇതെന്ന് പറയുന്ന കുട്ടിക്ക് തന്നെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുക, അല്ലെ? ആ ഒരു രീതിയാണ് ഇതിൽ കൺസ്ട്രക്റ്റിവിസത്തിലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ലേണിംഗ് ഇസ് എ സെർച്ച് ഫോർ മീനിങ്. Therefore learning must start with the issues around which students are actively trying to construct meaning. അപ്പൊ ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു എന്തെങ്കിലും ഒരു കാരണത്തിന് എന്തുകൊണ്ട് അത് സംഭവിച്ചു, എങ്ങനെ അത് സംഭവിച്ചു എന്നൊരു മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നതാ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഈ കാര്യം എവിടെ നടക്കണം? ആ കുട്ടിയുടെ ചുറ്റുപാടിൽ നടക്കണം, അല്ലെ? അപ്പം അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന നോളജിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്, meaning requires understanding wholes as well as parts, and parts must be understood in the context of wholes. അതായത് ഈ മീനിങ് എന്ന് പറഞ്ഞാല് പാർട്സ് ഹോൾസ് എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവണ്ട. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് എന്ത് വേണം? ഈ ലേണിംഗ് വരുന്നത് ചെറിയ ബിറ്റ്സ് ആയിട്ടായിരിക്കും, അല്ലെ? ഈ ബിറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് അതിനൊരു ഹോളായിട്ട് മീനിങ് ഉണ്ടാവും. ഈ ഹോൾ തിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം? പല കോണ്ടെക്സ്റ്റിലും പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മീനിങ് കണ്ടുപിടിക്കാം. അപ്പം ഹോൾ തിങ്ങും പാർട്ട് തിങ്ങും അതായത് എല്ലാം എന്താ ഒരു എന്താ പറയാ, ഒരു ഫുൾ ലേണിംഗ് പ്രോസസ്സിനെയാണ് അവിടെ പറയുന്നത്. അപ്പം ഒരു മൊത്തമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ചിലപ്പം, അപ്പം ആകെ മൊത്തം ഇപ്പൊ നമ്മൾ ഇതാണ് മനസ്സിലാക്കിയത് എന്ന് പറയാം. പക്ഷെ ആ മനസ്സിലാക്കിയ കാര്യത്തിൽ എന്തുണ്ട്? ചെറിയ കുറെ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. ഇത് ചേരുമ്പോഴാണ് നമുക്കൊരു ഫുൾ കോൺസെപ്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ചെറിയ കാര്യങ്ങൾ എന്നുള്ളൊരു മനസ്സിലാക്കൽ നമുക്ക് എന്ത് വേണം? ലേണിംഗ് പ്രോസസ്സിൽ വേണം. പിന്നെ എന്താണ്? ദ പർപ്പസ് ഓഫ് ലേണിംഗ് ഈസ് ഫോർ എൻ ഇൻഡിവിജ്വൽ ടു കൺസ്ട്രക്ട് ഹിസ് ഓർ ഓൺ മീനിങ്, നോട്ട് ടു മെമ്മറൈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് റിപ്പീറ്റ് സമൺ എൽസ് മീനിങ്. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് എന്താന്നാ പറയുന്നത് കൺസ്ട്രക്റ്റിവിസത്തില്? അവർക്കൊരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക കാര്യങ്ങളെ കുറിച്ച്. അല്ലാതെ റോട്ട് ലേണിംഗിന് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നില്ല എന്നാ പറയുന്നത്. അതായത് മെമ്മറൈസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ എഴുതി വെക്കുക, അതും വേറെ ആരെങ്കിലും എഴുതാൻ ആൻസർ കാണാതെ പിടിച്ചെഴുതുക. ദാറ്റ് ഇസ് നോട്ട് ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അവരവരുടെ തന്നെ നോളജ് കൺസ്ട്രക്ട് ചെയ്ത് അവരവർ അതിന് മീനിങ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ലേണിംഗ് പ്രോസസ്. പിന്നെ എന്താണ്? ഇൻ ഓർഡർ ടു ടീച്ച് വെൽ, അണ്ടർസ്റ്റാൻഡ് ദ മെന്റൽ മോഡൽ ദാറ്റ് എ സ്റ്റുഡന്റ് യൂസസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ആൻഡ് ഓൾസോ ദ അസംപ്ഷൻസ് ദേ മേക്ക് ടു സപ്പോർട്ട് ദിസ് മോഡൽ. അപ്പൊ നമുക്കൊരു കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? അക്കോർഡിംഗ് ടു
കൺസ്ട്രക്റ്റിവിസം തിയറി നമ്മൾ എന്തറിയണം, ആ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ആ കുട്ടിയിൽ ഓൾറെഡി ഉള്ള മെന്റൽ മോഡൽസ് എന്താണ്, ആ കുട്ടി ആ മെന്റൽ മോഡൽസ് യൂസ് ചെയ്ത് റൂൾസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ആ ബിൽഡ് ചെയ്ത റൂൾസ് ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ആ മോഡലിനെ ആ കുട്ടിക്ക് സപ്പോർട്ടീവായിട്ട് ആ മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയുടെ ഇൻഫർമേഷൻ എന്താണ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് എന്ത് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം, കൺസ്ട്രക്റ്റിവിസം ലേണിംഗിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. ഒന്ന്, കൺസ്ട്രക്റ്റിവിസം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തിനാണ്, കരിക്കുലത്തെയാണ്. ഓക്കെ, കരിക്കുലം എന്ത് ചെയ്യണം, കൺസ്ട്രക്റ്റിവിസം കോൾസ് ഫോർ ദ എലിമിനേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് കരിക്കുലം. അപ്പൊ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കരിക്കുലം നല്ല കൺസ്ട്രക്റ്റിവിസം പറയുന്നത് എന്ത് വേണം, അത് കസ്റ്റമറൈസ്ഡ് ആയിരിക്കണം. എന്തിൽ ബേസ് ചെയ്തിട്ടായിരിക്കണം, സ്റ്റുഡന്റിന്റെ പ്രയർ നോളജിൽ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കരിക്കുലം ഉണ്ടാക്കുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിന്റെ കരിക്കുലം ഉണ്ടാക്കുന്നത് ആ ഒരു പ്രയർ നോളജിന്റെ ബേസിലായിരിക്കണം. അപ്പൊ എന്താണ്, ഹാൻഡ്സ് ഓൺ പ്രോബ്ലം സോൾവിംഗ് വേണമെന്നാണ് കരിക്കുലത്തിൽ പറയേണ്ടത്. ഓക്കെ, പിന്നെ ഇൻസ്ട്രക്ഷൻ മാറുന്നുണ്ട്, കരിക്കുലം മാത്രമാണോ മാറുന്നത്, അല്ല, ഇൻസ്ട്രക്ഷൻ മെത്തേഡും മാറുന്നുണ്ട്. അപ്പം അണ്ടർ ദ തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്താ പറയുന്നത്, എഡ്യൂക്കേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ഈ പല ഫാക്ട്സ് ഉണ്ടല്ലോ, പല പുതിയ ഫാക്ട്സ്, ഓൾറെഡി കുട്ടിക്ക് അറിയാവുന്ന ഫാക്ട്സ്, ഇതിനെയെല്ലാം കണക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. Okay, so instructor tailors their teaching strategies to student responses and encourages students to analyze, interpret and predict information. അപ്പൊ നമ്മുടെ സ്റ്റുഡന്റിന്റെ ഓൾറെഡി ഉള്ള നോളജും അല്ലെങ്കിൽ ആ കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വെച്ചിട്ട് ഈ സ്റ്റുഡന്റ് തരുന്ന റെസ്പോൺസസ്, അതായത് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സ്റ്റുഡന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും, ഈ റെസ്പോൺസ് ബേസ് ചെയ്തിട്ടാണ് ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്നത്, എങ്ങനെ ആ കുട്ടിയെ പഠിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആ കുട്ടിക്ക് ഈ പെർട്ടിക്കുലർ കൺസെപ്റ്റ് മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നത്. സോ എന്താണ് ഇത്, പ്രത്യേകിച്ചും സ്റ്റുഡന്റ് ബേസ്ഡ് ആണ്. ഒരു സ്റ്റുഡന്റിന്റെ അണ്ടർസ്റ്റാൻഡിങ് അറിഞ്ഞിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, ആ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം, ഇൻസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, നമുക്ക് അറിയേണ്ടത് എന്താണ്, ആ കുട്ടിക്ക് എന്തുമാത്രം അറിയാമെന്നുള്ളതാണ് അല്ലെ, ആ കുട്ടിയുടെ അറിവ് എങ്ങനെ കിട്ടിയതാണ്, അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ബേസിസിലാണ് അങ്ങനെ അറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻസിന് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കണം അല്ലെ, ആൻസേഴ്സ് സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. സ്റ്റുഡൻസിന് അറിയാവുന്നതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്താണ്, കൺസ്ട്രക്റ്റിവിസം കോൾസ് ഫോർ വാട്ട്, എലിമിനേഷൻ ഓഫ് ഗ്രേഡ്സ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്. ഓക്കെ, സോ കൺസ്ട്രക്റ്റിവിസം കാരണം എന്തൊക്കെ മാറുന്നുണ്ട്, കരിക്കുലവും മാറുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മെത്തേഡ് മാറുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് കൺസ്ട്രക്റ്റിവിസം.